അപ്പോൾ ഇനിയും കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ പ്രായത്തിലും അങ്ങക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാൻ വളരെ തന്നെ ശരം പോലുള്ള ഓർമ്മയാണ് ഇപ്പോഴും നിലനിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, ഇപ്പോഴും എഴുത്ത് നമുക്ക് കൂടുതൽ കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്നുള്ള ഒരു ഉറപ്പും കൂടെ തരണം. ഇപ്പോൾ തന്നെ ചുരുങ്ങിയത് ഒന്നിലധികം കഥകൾ മനസ്സിൽ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എഴുതുകയും വേണ്ട, ഉടനെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്കിലും ആ കഥയുടെ ടൈറ്റിലും പറഞ്ഞു തരാം, സത്യം ആർക്കറിയാം. ഒരു കഥ, അതും ഈ പറഞ്ഞ പോലെ ചെറിയ പേജുകൾ. അയ്യോ, എല്ലാം ചെറുതാണ്. ചെറുതായിട്ട് എഴുതിയാലും പൈസ വലുതായാലും കിട്ടും. സത്യം ആർക്കറിയാം. കൊള്ളാം. അത് എത്ര ആഴ്ചക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം? ഇത് മനസ്സിൽ എഴുതുന്ന പോലെയല്ല. ഈ സ്ട്രോക്ക് വന്ന് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുക. ഇതൊക്കെ സ്ട്രോക്കിന് ശേഷമുള്ള. നിങ്ങൾ ഏതാനും ദിവസം മുമ്പാണ് വന്നതെങ്കിൽ ഇങ്ങനെയും കഴിയില്ല എനിക്ക്. ആ വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിൽ എൻ്റെ ചടുലതൊക്കെ ഒരു വിഷമവും വന്നിട്ടില്ല. എങ്കിലും അങ്ങ് ഞാനൊരു ധിക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു തൻ്റെടക്കാരനാണ്, എൻ്റെ തല ഉയർന്നതിന് നിൽക്കണമെന്നു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ജീവിത സന്ദേശമാണ് നൽകിയത്. പക്ഷേ കഥകളിലെല്ലാം ആർദ്രതയും നന്മയും ഒക്കെ നിലനിർത്തുന്നു. അതൊക്കെ എന്താ ഒരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അങ്ങ് ഒരു ധിക്കാരിയല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും, ഈ വായനക്കാർക്കെല്ലാം അറിയുകയും ചെയ്യാം. ജീവിതത്തിൽ അങ്ങ് എങ്ങനെയാണ്? രണ്ടുമുണ്ട്. നിങ്ങൾ പറഞ്ഞ ആർദ്രതയുണ്ട്, നന്മയുണ്ട്, ധിക്കാരവുമുണ്ട്. എന്തിനു വേണ്ടിയാണ് ധിക്കാരം? ഇൻ ദിസ് ഓഡിയൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെറ്റ്. ഞാൻ പറഞ്ഞതല്ല, വളരെ മഹാനായ ഒരാൾ പറഞ്ഞു. ഇൻ ദിസ് ഓഡിയൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെറ്റ്. ടോൾസ്റ്റോയ് പറഞ്ഞതാണ്. ഇൻ ദിസ് ഓഡിയൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ആത്മഹത്യയുണ്ട്. അതിലൊരു വാചകം, വെൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് അൺടു ഡെത്ത്. വെൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് അൺടു ഡെത്ത്. അപ്പോൾ അങ്ങ് തലകുനിക്കില്ല അല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ MT വാസുദേവൻ നായർക്ക് തലകുനിക്കാത്ത ഒരൊറ്റൊരാളുള്ളത് ഞാനാണ്. OV വിജയനെ കൊണ്ട് കരയിച്ചിട്ടുണ്ട്. ടി പത്മനാഭനെ കുറിച്ച് സാധിച്ചിട്ടില്ല.